ബ്യൂട്ടിഫുൾ സൺസെറ്റ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് കർത്താവിൻ്റെ ക്രിയേഷനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു. വാട്ട് എ മൈറ്റി ഹാൻഡ് ഓഫ് എൽ ഷദായ്. എത്ര വിചാരമുള്ളവനാണ് ദൈവം നമ്മളെക്കുറിച്ച്. പണ്ടിവിടെ എല്ലാം മരുഭൂമിയായിരുന്നു, റോഡുകളില്ല, വീതികളില്ല, വഴികളില്ല. പക്ഷെ ഇതൊക്കെ അന്നേ കണ്ടിരുന്നതാണ് ദൈവം. ഇങ്ങനെയൊക്കെ വരും, ഇനിയും എന്തൊക്കെയോ വരാനുണ്ട്. ഡ്രൈവറില്ലാത്ത പറക്കുന്ന ടാക്സി, വണ്ടി, ഫ്ലൈറ്റും ഒക്കെ വരും. റോബോട്ടിൻ്റെ കാലം. സോ അമേസിങ്. പക്ഷേ ഇതെല്ലാം ലഭിച്ചത് ദൈവത്തിൻ്റെ വിസ്ഡമാണ്. പക്ഷെ അത് കറക്റ്റ് രീതിയിൽ മനുഷ്യൻ ഉപയോഗിക്കുകയാണെന്നെങ്കിൽ എത്രമാത്രം ആഴത്തിൽ പോയിന്. ഇതെല്ലാം ലോകത്തിലേക്കുള്ള മനുഷ്യൻ്റെ ചിന്തകളാണ്. മനുഷ്യൻ്റെ സന്തോഷത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷേ എന്നിട്ട് സിയോനിലാണോ എത്തുന്നത്, നരകത്തിലാണോ എത്തുന്നത്? ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുന്നു. സൂര്യൻ തൻ്റെ ജോലി തീർക്കുന്നു, അത് അതിൻ്റെ സ്ഥാനത്തേക്ക് മടങ്ങിപ്പോകുന്നു, തിരിച്ച് നാളെ വീണ്ടും വരുന്നു. അമേസിങ് ഗ്രേസ് ഓഫ് ഗാഡ്. അപ്പം പ്രപഞ്ചത്തെ മുഴുവനും കൺട്രോൾ ചെയ്യുന്നത് കർത്താവിൻ്റെ കരമാണെന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ മനുഷ്യനെ മാത്രം ദൈവം മനുഷ്യന് അധികാരം കൊടുത്തിരിക്കുകയാണ്. നീ സറണ്ടർ ചെയ്താൽ എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ പറ്റും, നീ സറണ്ടർ ചെയ്യാതിരുന്നാൽ എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ അകത്ത് നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളതിനെ അക്നോളജ് ചെയ്യണം. അവൻ്റെ ആത്മാവിനാൽ അവൻ നമ്മുടെ അകത്തിരിക്കുന്നു. ഇന്ന് സ്പീക്ക് ടു ഹോളി സ്പിരിറ്റ്. ലെറ്റ് ഹിം കൺട്രോൾ ഓവർ യു. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ജീസസ്. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. യേശു അപ്പയാണ് എപ്പോഴും പ്രിയ തോഴനായി. എൻ്റെ ചങ്കാണി, എൻ്റെ ഉയരാണി, എൻ്റെ അഴകാണി, അമൃതാണി യേശു. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. നല്ല കാറ്റാണ്. ഓക്കെ, നെവർ ഗിവ് അപ്പ്. സൂര്യൻ അതത് സമയത്തിൽ അത് അസ്തമിക്കും.